നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്, ലോസ് ഓഫ് മോഷൻ. മോഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി കഴിഞ്ഞ 2-3 ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ലെസണിൽ എന്തൊക്കെയാണ് ലോസ് ഓഫ് മോഷൻ, മെക്കാനിക്സ് ആണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ലോസ് ഓഫ് മോഷൻ എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ്, ലോസ് ഓഫ് മോഷനിലേക്ക് വരുന്നതിന് മുമ്പ്, മോഷൻ ഓഫ് ഒബ്ജക്ട്സ്, അതിനെക്കുറിച്ച് ഗലീലിയോയുടെ കുറച്ച് കണ്ടെത്തലുകൾ. ഗലീലിയോ സ്റ്റഡീഡ് ദ മോഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓൺ ആൻ ഇൻക്ലൈൻ പ്ലെയിൻ. ഇൻക്ലൈൻ പ്ലെയിൻ മീൻസ് ചെരിഞ്ഞ പ്രതലം. ചെരിഞ്ഞ ഒരു സർഫസിലുള്ള ബോഡീസിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ഗലീലിയോയ്ക്ക് കിട്ടിയ അല്ലെങ്കിൽ ഗലീലിയോ കണ്ടെത്തിയ ചില പ്രധാനപ്പെട്ട ഫാക്ട്സ് ഉണ്ട്. First one, objects moving down an inclined plane accelerate. നമുക്കറിയുന്നൊരു കാര്യമാണ് അല്ലേ? ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. എ ബോൾ മൂവ്സ് ഡൗൺ ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. വളരെ പെട്ടെന്ന് മൂവ് ചെയ്യില്ലേ? നമ്മൾ ഒരു ചെരിഞ്ഞ സർഫസിലൊരു ബോൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, ബോൾ തനിയെ താഴേക്ക് എത്തിക്കോളൂ. അപ്പോൾ ഗെറ്റ് ആക്സിലറേറ്റഡ് എന്ന് വെച്ചാൽ വെലോസിറ്റി വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും, താഴേക്ക് എത്തും. അപ്പോൾ objects moving down an inclined plane accelerate. Second point, while those moving up retard. ഇപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ബോൾ എങ്ങനെയാണോ മൂവ് ചെയ്തത്, അതേ രീതിയിൽ ആ ചെരിഞ്ഞ സർഫസിൽ താഴെ നിന്ന് മുകളിലേക്ക് ബോളിന് മൂവ് ചെയ്യാൻ കഴിയുമോ? ബോൾ കനോട്ട് മൂവ് അപ്പ് ഈസിലി. താഴെ നിന്ന് മുകളിലേക്ക് ആ ചെരിഞ്ഞ സർഫസിലൂടെ ബോളിന് മൂവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനൊരു ഫോഴ്സ് കൊടുത്ത് തള്ളി ഉയർത്തേണ്ടി വരും അല്ല. അപ്പോൾ ഒരു ബോഡി താഴേക്കുള്ള മൂവ്മെൻറ്റും അതിൻ്റെ മുകളിലേക്കുള്ള മൂവ്മെൻറ്റും ഒരേ രീതിയിലല്ല. താഴേക്ക് ഇറ്റ് ഗെറ്റ്സ് ആക്സിലറേറ്റഡ്, പക്ഷെ മുകളിലേക്കോ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ തനിയെ മൂവ് ചെയ്യുന്നില്ല, തനിയെ ആക്സിലറേറ്റഡ് ആവുന്നില്ല, പകരം റിട്ടാർഡഡ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് വെലോസിറ്റി കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് മറ്റൊരു ഒബ്സർവേഷൻ. വേറൊന്ന്, മോഷൻ ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് സിറ്റുവേഷൻ. ഇപ്പോൾ ആദ്യത്തെ 2 കേസ് നമ്മൾ ചെരിഞ്ഞ സർഫസാണ് പറഞ്ഞത്. അതിന് പകരം ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള മൂവ്മെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതൊരു ഇൻ്റർമീഡിയറ്റ് സിറ്റുവേഷനാണ്. അതായത് ആക്സിലറേഷനും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, റിട്ടാർഡേഷൻ ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 3 ഒബ്സർവേഷൻസ് ഗലീലിയോ അദ്ദേഹത്തിൻ്റെ പല ഒബ്സർവേഷൻസിലൂടെയും ചില എക്സ്പെരിമെൻറ്റ്സിലൂടെയും ഒക്കെ കൊണ്ടുവന്നതാണ്. Galileo concluded that an object moving on a frictionless horizontal plane must neither have acceleration nor retardation. That is, it should move with constant velocity. എന്താണ് ഈ പറഞ്ഞ പോയിന്റ്സിൽ നിന്നൊക്കെ ഗലീലിയോയ്ക്ക് കിട്ടിയ കൺക്ലൂഷൻ എന്താണ്? an object moving on a frictionless horizontal plane. എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻലെസ് എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, നമ്മുടെ തറയിൽ ഒരു ബോൾ ഉരുട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയം അത് മൂവ് ചെയ്യും, അതിന് ശേഷം അത് തനിയെ നിൽക്കും അല്ലേ? നമ്മൾ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല, തനിയെ നിൽക്കും. അവിടെ തനിയെ നിൽക്കാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ ഫ്രിക്ഷൻ. തറയും ബോളും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഗലീലിയോ ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷനുള്ള ഒരു പ്ലെയിൻ ആണെങ്കിൽ നിർബന്ധമായിട്ട് ആ ബോൾ കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് വസ്തു ആണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ തനിയെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഫ്രിക്ഷൻ ഇല്ലാത്തൊരു കേസിൽ, ഫ്രിക്ഷൻ ഇല്ലാത്ത ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് നൈദർ ഹാവ് ആക്സിലറേഷൻ നോ റിട്ടാർഡേഷൻ. മീൻസ് ആക്സിലറേഷനും ഉണ്ടാവില്ല, റിട്ടാർഡേഷനും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വെലോസിറ്റി, റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ വെലോസിറ്റി. ഇത് രണ്ടും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് ഓർ ദ ബോഡി ഹാസ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അപ്പോൾ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ആണെങ്കിൽ പറഞ്ഞു താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടാവും, മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ റിട്ടാർഡേഷനാണ് ഉണ്ടാവുക.
അതേസമയം ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സിറ്റുവേഷനാണ്. ഇനി ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഫ്രിക്ഷൻലെസ് ആണെങ്കിൽ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. റിട്ടാർഡേഷൻ ഉണ്ടാവില്ല, അതും ഉറപ്പിച്ച് പറയാൻ കഴിയും. ആൻഡ് ഇറ്റ് ഷുഡ് മൂവ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ബോഡി ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കും. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുക. ആൻഡ് ദിസ് ഐഡിയ ഇസ് നോൺ ആസ് ദ ലോ ഓഫ് ഇനേഷ്യ. ഓക്കെ, ഗലീലിയോയുടെ ഈ കാര്യങ്ങൾ കണ്ടെത്തിയ ഈ കാര്യങ്ങളാണ് ലോ ഓഫ് ഇനേഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ന്യൂട്ടൺ ചെയ്തത് ഗലീലിയോ കൊണ്ടുവന്ന ഈ ഐഡിയാസിൻ്റെ ബേസിസിലാണ് ന്യൂട്ടൺ മെക്കാനിക്സിൻ്റെ കുറേ കാര്യങ്ങൾ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ മെക്കാനിക്സിലെ ന്യൂട്ടൻ്റെ മെയിനായിട്ടുള്ള ന്യൂട്ടൺ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ദ 3 ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ബേസ്ഡ് ഓൺ ഗലീലിയോസ് ഐഡിയാസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്നുള്ളൊരു ബ്രാഞ്ച് തന്നെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇനേഷ്യ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഇനേഷ്യ നിങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളൊരു വേർഡാണ്. ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. അതായത് ഒരു ബോഡിക്ക് അതിൻ്റെ റെസ്റ്റിലായിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കുന്ന അവസ്ഥ അത് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി എന്ന് പറഞ്ഞാൽ റെസ്റ്റിലായിരിക്കുന്ന അവസ്ഥ ചേഞ്ച് ചെയ്യാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ മോഷനിലാവുന്ന അവസ്ഥ, യൂണിഫോം മോഷനിലായിരിക്കുന്ന അവസ്ഥ ചേഞ്ച് ചെയ്യാൻ പറ്റാതിരിക്കുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. തനിയെ ഈ രീതിയിൽ റെസ്റ്റിലാവുന്ന അവസ്ഥയോ യൂണിഫോം മോഷനിലായിരിക്കുന്ന അവസ്ഥയോ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ബോഡിയുടെ അവസ്ഥയാണ് ആ ഒരു ഇന്നബിലിറ്റി, കഴിവില്ലായ്മയാണ് ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്തോ ഒരു കാര്യം അവിടെ ആവശ്യമാണ്, ബോഡിക്ക് തനിയെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റെസ്റ്റിലുള്ള ഒരു ബുക്ക്, നിങ്ങളുടെ ടേബിളിൻ്റെ മുകളിലുള്ളൊരു ബുക്ക്, അതിന് തനിയെ നീങ്ങാൻ കഴിയുമോ? ഇല്ല. അതാണ് അതിൻ്റെ ഇനേഷ്യ എന്ന് പറയുന്നത്. അതുപോലെ മോഷനിലുള്ള ഒരു ബോഡി തനിയെ നിൽക്കുമോ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബോൾ മൂവ് ചെയ്യുന്ന കേസ്, നിൽക്കാൻ കാരണം എന്താ, അവിടെ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ തനിയെ ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത ആ ഒരു ഇനബിലിറ്റിയാണ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഇനേഷ്യയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ പറയാം. ഇപ്പോൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് നോക്കൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് കമ്പൽഡ് ബൈ സം എക്സ്റ്റേണൽ ഫോഴ്സ് ടു ആക്ട് അതർവൈസ്. ഇതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ദിസ് ഇസ് അനദർ ഫോം ഓഫ് ലോ ഓഫ് ഇനേഷ്യ. ലോ ഓഫ് ഇനേഷ്യ തന്നെയാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്നറിയപ്പെടുന്നത്. അതായത് എന്താണ്, ബോഡി കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാൻ കാരണം എന്താ, അവിടെ ആകുമ്പോൾ ചേഞ്ച് ഇൻ ഡയറക്ഷൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ഡയറക്ഷൻ എന്നുള്ളൊരു കാര്യം അവിടെ നമ്മൾ കൊണ്ടുവരേണ്ട, സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, റെസ്റ്റിലാണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. സ്ട്രെയിറ്റ് ലൈനിലുള്ള യൂണിഫോം മോഷനിലാണെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ടിന്യൂസ് ഏതുവരെ, അൺലെസ് കമ്പൽഡ് ബൈ സം എക്സ്റ്റേണൽ ഫോഴ്സ് ടു ആക്ട് അതർവൈസ്. മറ്റൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഈ ഒരു അവസ്ഥയിൽ മാറ്റം വരുന്നത് വരെ. അതായത് റെസ്റ്റിലുള്ള ബോഡി ഇറ്റ് കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ആക്ടിങ് ഓൺ ഇറ്റ്. അതായത് റെസ്റ്റിലുള്ള ഒരു ബോഡി ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ ഇറ്റ് കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഓക്കെ, അതുപോലെ യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡി ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ ഇറ്റ് കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. അപ്പോൾ ഈ രീതിയിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ റെസ്റ്റിൽ അല്ലെങ്കിൽ യൂണിഫോം മോഷന് ചേഞ്ച് വരൂ എന്നുള്ളതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത്. ബോഡി കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ സം എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണലായിട്ട് ആക്ട് ചെയ്യുന്ന, ആ ബോഡിയിൽ പുറമേ നിന്ന് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഇല്ലെങ്കിൽ ബോഡി കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റേറ്റ്. ഇതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്.
പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ എ ബസ് ഫോൾസ് ബാക്ക്വേർഡ് വെൻ ദ ബസ് മൂവ്സ്. ഇനേഷ്യയ്ക്ക് എക്സാമ്പിൾ നിങ്ങൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്, മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. അതായത് ബസ്സിൽ നിൽക്കുന്ന ഒരാൾ ബസ് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ പിന്നോട്ട് മൂവ് ചെയ്യും അല്ല, പിന്നോട്ട് വീഴും. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? കാരണം പേഴ്സൺ റെസ്റ്റിലാണ്. അപ്പോൾ അയാൾക്ക് അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം, അതേ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ ബസ് മുന്നോട്ടെടുക്കുമ്പോൾ അയാൾ പിന്നിലേക്ക് മൂവ് ചെയ്യുന്നു. അതേസമയം പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ എ മൂവിങ് ബസ്, ഒരു മൂവിങ് ബസ്സിലാണുള്ളതെങ്കിലോ ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പേഴ്സൺ മൂവ്സ് ഫോർവേഡ്. അത് ഇനേഷ്യ ഓഫ് മോഷനാണ്. അപ്പോൾ ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ റെസ്റ്റിൽ തന്നെ ബോഡിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഒരു എക്സാമ്പിളിൽ കാണിക്കുന്നത്. രണ്ടാമത്തേത് ഇറ്റ് ഈസ് നോൺ എസ് ഇനേഷ്യ ഓഫ് മോഷനിൽ തന്നെ ബോഡിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് രണ്ടാമത്തെ എക്സാമ്പിളിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസും ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ സാധൂകരിക്കുന്ന രീതിയിലാണ്. അതായത് ബോഡി റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു, റെസ്റ്റിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുന്നു. ബോഡി മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ ആയിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വരുന്ന എപ്പോഴാണ്? ഓൺലി വെൻ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ആക്റ്റീവ്. Okay, so if the net external force on a body is 0, its acceleration is 0. ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് വിചാരിക്കുക. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യില്ല. വെലോസിറ്റി ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഇസ് 0 അല്ലേ? എപ്പോഴാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുക? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇഫ് ഫോഴ്സ് ഇസ് 0 then velocity does not change or velocity remains constant and acceleration is 0. ഇനി എപ്പോഴാണ് ആക്സിലറേഷൻ നോൺ സീറോ ആവുക? സീറോ അല്ലാത്ത അവസ്ഥയാവുന്ന എപ്പോഴാണ്? വെൻ ദർ ഇസ് എ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് ബോഡിയിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവാം. വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടായാൽ ആക്സിലറേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വെൻ ദി എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് 0 then the acceleration is also 0 or velocity remains constant. But if there is a net external force acting, that either if the external force is acting then acceleration is non-zero. ഓക്കെ, ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവും, അതായത് വെലോസിറ്റി ചേഞ്ച് ചെയ്യും, ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇനേർഷ്യ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് ഇഫ് ദ മാസ് ഇസ് മോർ ദെൻ ആ ഫോഴ്സ് കൂടുതലാണ് അല്ലേ? നമ്മൾ ചെറിയൊരു ടേബിള് മൂവ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ഫോഴ്സ് പോരാ ഒരു കാറ് മൂവ് ചെയ്യിപ്പിക്കാൻ അല്ലേ? ചെറിയൊരു ടേബിൾ നമുക്ക് ചെറിയൊരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്യിപ്പിക്കാം. ആ ഫോഴ്സ് കൊണ്ട് കാറ് മൂവ് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. എന്താ കാരണം? ടേബിളിനേക്കാൾ മാസ് കൂടുതലാണ് കാറിന്. അപ്പോൾ കാറ് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിൻ്റെ മാസിനനുസരിച്ചിട്ടുള്ള ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതേസമയം ടേബിളിൻ്റെ മാസ് കുറവാണ്, അതുകൊണ്ട് ചെറിയ ഫോഴ്സ് കൊണ്ട് മൂവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ മാസും ഇനേഷ്യയായിട്ട് വളരെയധികം ബന്ധമുണ്ട്. വി ക്യാൻ കൺസിഡർ മാസ് ആസ് എ മെഷർ ഓഫ് ഇനേഷ്യ ഓർ ഓക്കെ, മാസ് ആസ് എ മെഷർ ഓഫ് ഇനേഷ്യ എന്ന് പറയാം. അപ്പോൾ ഒരു പോയിൻ്റ്, ആ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്യണം, ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. മാസ് ഇസ് എ മെഷർ ഓഫ് ഇനേഷ്യ. ദാറ്റ് മീൻസ് ആസ് ദ മാസ് ഓഫ് ദ ബോഡി ഇൻക്രീസസ് we can say the inertia also increases. മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇനേഷ്യയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ മാസ് ഇസ് എ മെഷർ ഓഫ് ഇനേഷ്യ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്, അത് നോട്ട് ചെയ്യുക. മാസ് ഇസ് എ മെഷർ ഓഫ് ഇനേഷ്യ വെച്ചാൽ മാസ് കൂടുന്നതിനനുസരിച്ച് ഇനേഷ്യയും കൂടുമെന്നർത്ഥം. അപ്പോൾ ചെറിയ മാസുള്ള ഒരു ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കാൻ ചെറിയ ഫോഴ്സ് മതിയാവും. പക്ഷേ കൂടുതൽ മാസുള്ള ബോഡിയാണെങ്കിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ ചെറിയൊരു ബോഡിയെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഒരു ബോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോളിനെ നിർത്താൻ നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ മതി. അതേസമയം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിനെ നിർത്താൻ നമുക്ക് ആ ഫോഴ്സ് കൊണ്ട് മതിയാവോ? ഇല്ല, കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ മാസ് എന്ന് പറയുന്നത് ഒരു മെഷറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ മാസ് ഇസ് എ മെഷർ ഓഫ് ഇനേഷ്യ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്.
നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.